വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 47 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 48 മുതലുള്ള ആയത്തുകൾ പഠിക്കാൻ ശ്രമിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونادى أصحاب الأعراف رجالا يعرفونهم بسيماهم قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون أهؤلاء الذين أقسمتم لا ينالهم الله برحمة ادخلوا الجنة لا خوف عليكم ولا أنتم تحزنون. നാം കഴിഞ്ഞ സൂക്തങ്ങളിൽ അറാഫിൽ അകപ്പെടുന്ന ആളുകളെ കുറിച്ചായിരുന്നു മനസ്സിലാക്കിയത്. സ്വർഗക്കാരും നരകക്കാരും തമ്മിലുള്ള സംഭാഷണങ്ങളിലാണ് ആ സൂക്തങ്ങൾ ആരംഭിച്ചത്. 44-ാമത്തെ ആയത്തില് സ്വർഗക്കാരും നരകക്കാരോട് ചോദിച്ചില്ലേ, ഞങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതൊക്കെ ഇതാ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് മുമ്പിൽ പുലർന്നു. നിങ്ങളുടെ കാര്യം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അള്ളാഹു താക്കീത് ചെയ്തത് നിങ്ങൾക്ക് സംഭവിച്ചോ? അഥവാ നരകമുണ്ട് എന്നുള്ള താക്കീത്. അപ്പൊ അവര് പറയും, നഅം, അതെ, ഞങ്ങളിപ്പോ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വിളംബരമുണ്ടാകും അത്രേ, അല്ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപം എന്ന്. ആരാ അവര് അള്ളാഹുവിന്റെ മാർഗത്തെ, ധർമ്മമാർഗത്തെ തടയുകയും അതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുകയും പരലോകത്തെ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചവരാണ്. അപ്പൊ ഈ സംഭാഷണത്തിനിടയിൽ എന്താകും? ഈ സ്വർഗക്കാർക്കും നരകക്കാർക്കും ഇടയിൽ മറ ഉണ്ടായിരിക്കും എന്നും സൂചിപ്പിച്ചു. തുടർന്നാണ് വഅലൽ അറാഫി റിജാൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, അല്ലെ? സ്വർഗത്തിനും നരകത്തിനും ഇടക്കുള്ള ഉയർന്ന ഒരു പ്രദേശത്ത്, അഥവാ ഒരു മതിൽക്കെട്ടിന്റെ മുകളില് കുറച്ച് ആൾക്കാർ അകപ്പെട്ടു പോകും എന്നാണ്. അവരുടെ അടയാളങ്ങൾ കൊണ്ട് അവരെ തിരിച്ചറിയാൻ പറ്റും. ആ സമയത്ത് അങ്ങനെ മതിൽക്കെട്ടിൽ അകപ്പെട്ട ആൾക്കാര് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, സ്വർഗക്കാരെ കാണുമ്പോൾ അവര് സലാമുൻ അലൈക്കും എന്ന് വിളിച്ചു പറയും. അവരിതുവരെ സ്വർഗത്തിൽ എത്തിയിട്ടില്ല, അഹ്റാഫിൽ അകപ്പെട്ടവര്. എന്നാലോ വല്ലാത്ത കൊതിയോടെ സ്വർഗപ്രവേശം കാത്തിരിക്കുന്നവരാണ് എന്നും പറഞ്ഞു. ഇതേ അഹ്റാഫുകാര് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ, അഥവാ നരകത്തിന്റെ വഴിയിലേക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അവര് പേടിച്ച് അസ്വസ്ഥരായി പോകും നരകത്തിലെ കാഴ്ചകൾ കണ്ടിട്ട്. ആ സമയത്ത് അവര് പ്രാർത്ഥിച്ചു പോകുന്നുണ്ടല്ലോ, റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, അല്ലാഹു ഞങ്ങളെ ഈ അക്രമികളുടെ കൂട്ടത്തിൽ അകപ്പെടുത്തരുതേ എന്ന്. ശരിക്കും ഈ സംഭവം കേവലം ഒരു സംഭവ കഥയായിട്ട്, പരലോകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് മാത്രം സങ്കല്പിച്ചാൽ അത് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. അതേ സമയത്ത് അവിടെ ഞാനാണെങ്കിലോ,
സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല, രണ്ടുമല്ലാത്ത അവസ്ഥയിൽ ഈ ഉയർന്ന മതിൽക്കെട്ടിന്റെ മുകളിൽ അകപ്പെട്ടിരിക്കുന്നത് ഞാനാണെങ്കിലോ എന്ന് സ്വന്തത്തെ നമ്മൾ സങ്കല്പിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി അത് ബോധ്യപ്പെടുന്നത്, അല്ലെ? വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ അതിലുണ്ട് എന്നുള്ളതാണ്. ഇനി 48-ാമത്തെ സൂക്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഈ ആറാഫിൽ അകപ്പെട്ട ആൾക്കാര് നരകക്കാരുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ്. ആദ്യം അവര് സ്വർഗക്കാരുമായിട്ട് സംഭാഷണം നടത്തി, അല്ലെ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗക്കാരുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നരകം കണ്ടപ്പോ പേടിച്ച് അവർ നരകത്തിൽ അകപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടി. ഇനി അവര് നരകക്കാരെ വിളിക്കുന്ന സന്ദർഭമാണ്. വനാദ അസ്ഹാബുൽ ആറാഫി റിജാലൻ യഅരിഫൂനഹും ബിസീമാഹും. വനാദ, വിളിക്കുന്നു. അസ്ഹാബുൽ ആറാഫ്, ഈ ഉയരങ്ങളിൽ അകപ്പെട്ട ആളുകൾ വിളിക്കുകയാണ്. റിജാലൻ, ചില ആൾക്കാരെ. റജുൽ പുരുഷൻ എന്ന് ഭാഷാർത്ഥമുണ്ട്. എന്നാൽ ഖുർആൻ തന്നെ പലയിടത്തും റജുൽ എന്നതിന് മനുഷ്യൻ, ഒരു ആള് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സന്ദർഭമാണിത്. റിജാൽ, പുരുഷന്മാരെ എന്നാണ് വാക്കർത്ഥം. റിജാലൻ, ചില പുരുഷന്മാരെ അവർ വിളിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാരെ എന്നാണ്. അതിനുമപ്പുറത്ത് ചില നേതാക്കന്മാരെ എന്നും ആകാം. ദുനിയാവില് ഉണ്ടല്ലോ ആൾക്കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് നടന്ന, ഇപ്പൊ നരകത്തിലെത്തിയ, നരകത്തിലേക്ക് ആൾക്കൂട്ടങ്ങളെ പ്രേരിപ്പിച്ച അങ്ങനെയുള്ള നേതാക്കന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. വനാദ അസ്ഹാബുൽ ആറാഫി റിജാലൻ, അവര് ഈ ഉയരങ്ങളിൽ അകപ്പെട്ട ആളുകൾ ചില ആൾക്കാരെ, നരകത്തിൽ അകപ്പെട്ട നേതാക്കന്മാരിൽ ചിലരെ വിളിക്കും. അതിൽ ആണും ഉണ്ടാകും പെണ്ണും ഉണ്ടാകുമല്ലോ. എന്നിട്ട് പറയാണ് യഅരിഫൂനഹും ബിസീമാഹും. എങ്ങനെയാണ് ഈ നേതാക്കന്മാരെ അഹ്റാഫിൽ അകപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കിയത്? അറഫ യഅരിഫു, അറിഞ്ഞു. യഅരിഫൂനഹും, ഇവര് ഈ ആൾക്കാര് അഹ്റാഫിൽ അകപ്പെട്ടവർ ഈ നരകക്കാരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബിസീമാഹും, അവരുടെ ചില അടയാളങ്ങളാൽ. നരകത്തിലാണല്ലോ, മാത്രമല്ല ദുനിയാവിൽ വെച്ച് കണ്ടു പരിചയമുണ്ട്. ഒരുപക്ഷെ ഇവരെ കൂടി നരകത്തിന്റെ വഴിയിലേക്ക് അവർ ക്ഷണിച്ചിരിക്കാം. അങ്ങനെയൊക്കെയുള്ള നരകത്തിലകപ്പെട്ട ആൾക്കാരെ ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞത്. ഇവരുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചവരായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കാം. യഅരിഫൂനഹും ബിസീമാഹും ഖാലു. എന്നിട്ട് ഈ ആറാഫിൽ അകപ്പെട്ട ആൾക്കാർ പറയാണ്, അല്ലെങ്കിൽ ഇവരോട് ചോദിക്കാണ്. എന്താ ചോദിക്കുന്നത്? മാ അഗ്ന അൻകും. അഗ്ന യുഗ്നി, പ്രയോജനപ്പെട്ടു. മാ അഗ്ന, പ്രയോജനപ്പെട്ടില്ലല്ലോ. അൻകും, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ജംഉക്കും, നിങ്ങളുടെ സംഘബലം. ജമഅ യജ്മഉ, ഒരുമിച്ച് കൂട്ടി എന്നാണ്. ജംഅ എന്ന് പറയുമ്പോൾ ഒരു സംഘം എന്ന് പറയാം. ബഹുവചനത്തിന് ജംഅ എന്നാണല്ലോ പ്രയോഗിക്കാം. മാ അഗ്ന അൻകും ജംഉക്കും, നിങ്ങളുടെ ആൾബലം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന് അവിടെ വെച്ച് പറയാണ്. വമാ കുന്തും തസ്തക്ബിറൂൻ. ഇസ്തക്ബറ യസ്തക്ബിറു, അഹങ്കരിച്ചു. നിങ്ങൾ അഹങ്കരിച്ചിരുന്നതും, പലതിൻ്റെ പേര് നിങ്ങൾ അഹങ്കരിച്ചു. ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, അങ്ങനെ സകലതും ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് അള്ളാഹുവെ ഒക്കെ കൈവിട്ട് അഹങ്കരിച്ചിരുന്നില്ലേ? വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കരിക്കാൻ നിമിത്തമായ സമ്പത്തോ സന്താനങ്ങളോ അധികാരമോ ഒന്നും മാ അഗ്ന അൻകും, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് അവിടെ വെച്ച് ആറാഫുകാരൻ നരകക്കാരനോട് ചോദിക്കാൻ. വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ? നരകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ നെഞ്ചിൽ കുത്തുന്ന മാതിരിയുള്ള ചോദ്യം ആറാഫുകാരൻ നരകക്കാരനോട് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. മാ അഗ്ന അൻകും ജംഉക്കും, നിങ്ങളുടെ
സംഘബലം, ആൾബലം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. അത് ഇഹലോകത്ത് പ്രയോജനപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും. ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, ആ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് പോകുന്നു. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു, അല്ലെ? മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. ഭരണഘടനാ ഭേദഗതി നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒക്കെ പണിയെടുക്കുന്നു. ഇങ്ങനെ ഈ ലോകത്ത് അവർക്ക് ആൾബലം ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഭരണകൂടത്തെ അവർ കൈവശപ്പെടുത്തിയിരുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്ന എല്ലാ അനീതിയും അതിക്രമവും ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അവിടെ സത്യത്തിനും ധർമ്മത്തിനും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരലോകത്തെത്തിയപ്പോഴോ, മാ അഗ്ന അൻകും ജംഉക്കും, നിങ്ങളുടെ ആൾബലം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സൂറ അൽ മാഇദയിൽ പഠിച്ചു ഓർക്കുന്നില്ലേ? കേവല ഭൂരിപക്ഷം, ആൾബലം അല്ല യഥാർത്ഥത്തിൽ കരുത്ത്. അത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയേക്കും. പക്ഷെ സത്യം ആരുടെ പക്ഷത്താണോ അയാളുടെ കൂടെ മാത്രമേ നിൽക്കാവുള്ളൂ. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ഭാഗികമായിട്ട് വിലയിരുത്തും, അല്ലെ? അവരുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടല്ലേ അവരുടെ കൂടെ ആൾക്കൂട്ടം. നിങ്ങളുടെ കൂടെ ആകെ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ. അവര് തെറ്റാണെങ്കിൽ ഈ ആളുകളൊക്കെ അവരുടെ പിന്നാലെ കൂടുവോ? അവർ വിളിക്കുമ്പോഴത്തേക്ക് എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടുന്നത്? ഇങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അത് ഒരു പാവം വിലയിരുത്തലാണ് ശരിക്കും, അല്ലെ? ആള് കൂടുതലുള്ളവരുടെ കൂടെ കൂടുക അത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഒഴുക്കിനൊത്തൊഴുകിക്കൊണ്ടിരിക്കുക. അതിനാൽ സംഘം ചേരുമ്പോൾ സൂക്ഷിക്കണം. ആരുടെ കൂടെയാണോ നിൽക്കുന്നത്, ആർക്കാണോ സിന്ദാബാദ് വിളിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത്, അല്ലെ? സമൂഹത്തിൽ അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടി വാദിക്കുക, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കുക. അവരെന്ത് ചെയ്താലും ഞാൻ അവരുടെ കൂടെയാണ്. അവര് നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലേക്ക് പോകും എന്ന അവസ്ഥയിൽ പിടിവാശിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കാണാം. അതാണ് മാ അഗ്ന അൻകും ജംഉക്കും. പക്ഷേ ആ ആൾബലമൊന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കരിച്ചു കൊണ്ടിരുന്നതും. എന്തൊക്കെ അധികാരങ്ങളുടെ, ആൾബലത്തിന്റെ, സമ്പത്തിന്റെ പേരിലാണോ ഭൂമിയിൽ അള്ളാഹുവിന് പിടികൊടുക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയത്? അങ്ങനെയല്ലേ? അള്ളാഹു ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കാണിക്കൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ലേ? പല കാര്യങ്ങളും തള്ളിപ്പറഞ്ഞു. പക്ഷെ ഇപ്പോ നരകത്തിൽ അകപ്പെട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഈ ആറാഫുകാര് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താണ്? ഈ നരകത്തിലുള്ള ആൾക്കാർക്ക് സ്വർഗത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ് അടുത്തത്. അതിനേക്കാളും ഗുരുതരമായൊരു പ്രശ്നമാണ് അടുത്ത സൂക്തം. എന്താണ് അടുത്ത ചോദ്യം? അഹഉലാഇ അല്ലദീന അഖ്സംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ. ഓർക്കുന്നുണ്ടോ? അഹഉല, ഹഉല ഇക്കൂട്ടർ. അഹഉല ഇക്കൂട്ടരല്ലേ, ഇക്കൂട്ടരല്ലയോ, അഥവാ ഇക്കൂട്ടരെ കുറിച്ചല്ലയോ ഹഉലാഇ ഇക്കൂട്ടർ എന്നാണ്. അക്കൂട്ടർക്ക് എന്താ പറയാം? അകലെയുള്ളവർക്ക് ഉലായിക്ക അക്കൂട്ടർ എന്ന് പറയും. ഹഉലാഇ ഇക്കൂട്ടർ. അതിന്റെ മുമ്പിൽ ആ ഉണ്ട്. ആ ചോദ്യാണ് അഹഉല ഇക്കൂട്ടരെ കുറിച്ചല്ലയോ അല്ലദീന അഖ്സംതും, നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നത്. അല്ലദീന ഒരു കൂട്ടര്, അഖ്സമ ആണയിട്ടു, സത്യം ചെയ്തു. അഖ്സംതും നിങ്ങൾ സത്യം ചെയ്തു, അല്ലെ? വല്ലാതെ ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ്? ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ. നാല യനാലു പ്രാപിച്ചു, നേടി എന്നൊക്കെയാണ് അർത്ഥം. ലാ യനാലുഹുമുല്ലാഹ്, അള്ളാഹു അവരെ പ്രാപിക്കുകയില്ല. അള്ളാഹുവെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇവര്. അള്ളാഹു ഒരു വിധത്തിലും സഹായിക്കാത്ത കൂട്ടരാണ് ഇവര്. ബിറഹ്മ, അവന്റെ കാരുണ്യം കൊണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഒരു റഹ്മത്തും ഇവർക്ക് കിട്ടൂല.
ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഈ സാധുക്കളായ വിശ്വാസികളെ കുറിച്ച് ഈ പ്രമാണിമാരും നേതാക്കന്മാരുമായ ആൾക്കൂട്ടങ്ങൾ പറഞ്ഞതാണ്. ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ, യാതൊരു ദൈവാനുഗ്രഹത്തിനും പ്രാപിക്കാനാവാത്തവർ എന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നത് സ്വർഗവാസികളായ ഇക്കൂട്ടരെ കുറിച്ച് തന്നെയല്ലയോ? അങ്ങനെയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഉദ്ഖുലുൽ ജന്ന ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. ഇന്ന് ഇവരോട് പടച്ചോന്റെ ഒരു കാരുണ്യം ഇവർക്ക് കിട്ടില്ല എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് നിങ്ങൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞു. പക്ഷേ ഇതേ സത്യവിശ്വാസികൾ, അവർ പാവങ്ങളായിരുന്നു ദുനിയാവില്, പക്ഷെ ഇതേ സത്യവിശ്വാസികളോട് ഇപ്പൊ എന്താ പറയപ്പെടുന്നത്? പരലോകത്തെത്തിയപ്പോ ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെടുകയാണ്. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ടതില്ല, വലാ അൻതും തഹ്സനൂൻ, ദുഃഖവും വേണ്ട എന്നതത്രേ. ഇങ്ങനെയാണ് അവരോട് പറയപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു സന്ദർഭമാണത് അല്ലെ? എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്ത് വെച്ച് ഈ സത്യനിഷേധികളായ പ്രമാണിമാരും നേതാക്കന്മാരും സത്യവിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പടച്ചോന്റെ ഒരു റഹ്മത്തിനും അർഹതയില്ലാത്ത കൂട്ടരാണ് ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ മക്കയിലായാല് നമ്മൾ പഠിച്ചു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദരിദ്രന്മാരായിരുന്നു. അവർക്ക് ആൾബലമില്ല, അവർക്ക് അധികാരമില്ല. അപ്പൊ ഇത് കണ്ടിട്ട് മക്കയിലെ പ്രമാണിമാര് പറഞ്ഞിരുന്നല്ലോ, ഇവർ അള്ളാഹുവിന്റെ ആൾക്കാരാണെങ്കിൽ അള്ളാഹു ഇവരെ സഹായിക്കേണ്ടതല്ലേ? കഷ്ടപ്പെടുന്നത്, നമ്മൾ തല്ലുമ്പോൾ തല്ല് കൊള്ളുകയാണ്, നമ്മൾ അവരെ ബഹിഷ്കരിക്കുമ്പോൾ അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. അവർക്കൊരു വിധത്തിലും അതിനെ അതിജീവിക്കാനോ പ്രതിരോധിക്കാനോ ഒന്നും കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ദുർബലരാക്കപ്പെട്ട ഈ ആൾക്കാരാണോ അള്ളാഹുവിന്റെ ആൾക്കാര്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കണ്ടേ? അള്ളാഹു സഹായിക്കുന്നത് കാണുന്നില്ലല്ലോ. ഇങ്ങനെ അവര് വിളിച്ചു പറഞ്ഞിരുന്നു. അതാണ് അവരെ കുറിച്ച് പറഞ്ഞത്, ഇവരെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ ആണയിട്ട് പറഞ്ഞത്. ഒരു കാരണവശാൽ പടച്ചോന്റെ ഒരു സഹായവും ഈ പാവങ്ങളായ വിശ്വാസികൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അന്ന് നിങ്ങളുടെ കയ്യിലായിരുന്നു അധികാരം, നിങ്ങളുടെ കയ്യിലാണ് സമ്പത്ത്, നിങ്ങൾക്കാണ് ആൾബലം, എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞത്. ഇന്നും ഇത് തന്നെയല്ലേ അവസ്ഥ? മുസ്ലിം ഉമ്മത്ത് ഇന്നും ഈ ലോകത്ത് ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? ഒരു രാജ്യത്ത് നിന്ന് ഒരു സമൂഹത്തിന് പൗരത്വം നിഷേധിച്ച് തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു. അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും പാവങ്ങള്, ഇവര് ദൈവത്തിന്റെ ആൾക്കാരാണെങ്കിൽ, സത്യത്തിന്റെ ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ദൈവം ഇപ്പൊ ഇവരെ സഹായിക്കുന്നില്ല? ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവും. ഇതാണ് അവിടെ സംഭവിച്ചത്. ലോകതലത്തിൽ നോക്കൂ, ഗസ എന്ന ആ കുഞ്ഞു ഭൂമി ഉണ്ടല്ലോ, അവിടെ അതിഗുരുതരമായ ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായി. ഒടുവിലൊരു താൽക്കാലിക വെടിനിർത്തലിൽ തിരിച്ചു വന്നു. അപ്പൊ ട്രംപ് പറയാണ്, നമുക്കിവരെ തുടച്ചു നീക്കിയിട്ട് ഈ നാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം, സുഖവാസ കേന്ദ്രമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ പാവങ്ങളാണ്, ഇവരൊന്നിനും കൊള്ളില്ല, ഇവരെ ദൈവം പോലും സഹായിക്കില്ല. അതാണ് ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ. ഇങ്ങനെ ഈ ലോകത്ത് വെച്ച് മാറ്റി നിർത്തപ്പെട്ട് പരിഹസിക്കപ്പെട്ട് നിന്ദ്യരാക്കപ്പെട്ട സമൂഹം. പക്ഷെ പരലോകത്തെത്തിയപ്പോഴോ അവരെയാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഉദ്ഖുലുൽ ജന്ന, വരൂ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ട് സ്വർഗത്ത് പ്രവേശിപ്പിച്ചു. ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ഇപ്പോഴുണ്ടല്ലോ ഭൂമിയിലെ പ്രമാണിമാര് നരകത്തിൽ കിടക്കുകയാണ്, ഭൂമിയിലെ സാധുക്കളായ ആ പാവം മനുഷ്യർ വിശ്വാസികൾ സ്വർഗത്തിലും കിടക്കുകയാണ്.
അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് സ്തംഭിച്ച് നിൽക്കാണ്. ഇവരെ കുറിച്ചല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആറാഫുകാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു കൂടി ആയിരിക്കും അല്ലേ മതിലിന്റെ മുകളിൽ ഇങ്ങനെ ഇരുത്തിയത്. രണ്ടു കൂട്ടരെയും ഇങ്ങനെ നോക്കി കണ്ടിട്ട് ഒരു വിലയിരുത്തൽ നടത്തുവാൻ വേണ്ടി കൂടിയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തില് അതിദയനീയമായ മറ്റൊരു രംഗം അവിടെ ഉണ്ടാകും. 50-ാമത്തെ ആയത്താണ് ശ്രദ്ധിക്കേണ്ടത്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അൻ അഫീദൂ അഫീദൂ അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് قالوا إن الله حرمهما على الكافرين. ഈ സന്ദർഭത്തിൽ വല്ലാത്തൊരു രംഗം അവിടെ അരങ്ങേറും. നരകക്കാര് സ്വർഗക്കാരെ വിളിച്ചുകൊണ്ട് ചിലത് യാചിക്കുന്ന സന്ദർഭമാണ്. വനാദ വിളിക്കുന്നു, അസ്ഹാബുന്നാർ നരകക്കാര് വിളിക്കാണ്, അസ്ഹാബൽ ജന്ന സ്വർഗക്കാരെ വിളിക്കുകയാണ്. എന്നിട്ടോ അവര് പറയാണ് അൻ അഫീലു അലൈന മിനൽ മാ. ഫാല യഫീലു ഒഴുകി എന്നാണ് അർത്ഥം. അഫാല യുഫീലു എന്ന് പറഞ്ഞാൽ ഒഴുക്കുക എന്നാണ്. അഫാല യുഫീലു അഥവാ ചൊരിഞ്ഞു തരണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം അഥവാ ചൊരിഞ്ഞു തരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫാലൽ മാ ഉ വെള്ളം ഒഴുകി എന്നാണ് അർത്ഥം. അഫാല യുഫീലു അഫിൽ അഫീലു അഫിൽ നീ ഒഴുക്കുക, നീ ചൊരിഞ്ഞു കൊടുക്കുക. അഫീലു നിങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുക, നിങ്ങൾ ചൊരിഞ്ഞു തരൂ എന്നാണ് അവർ പറയുന്നത്. മിനൽ മാ വെള്ളം. അൻ അഫീലു അലൈന മിനൽ മാ ഞങ്ങൾക്കുമേൽ അഥവാ ഞങ്ങൾക്ക് അല്പം വെള്ളം ചൊരിഞ്ഞു തരൂ എന്ന് പറയാണ്. ഔ അല്ലെങ്കിലോ, അല്ലെങ്കിൽ എന്താ വേണ്ടത്? മിമ്മ റസഖകുമുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് അല്പം ഞങ്ങൾക്കൊന്ന് എറിഞ്ഞു തരാമോ, ഇട്ട് തരാമോ? സ്വർഗക്കാരോട് നരകക്കാര് ചോദിക്കുകയാണ്. രണ്ടിനും ഇടയിൽ ഒരു മതിൽക്കെട്ടുണ്ട്. അപ്പോ അള്ളാഹു തആല അവർക്ക് പരസ്പരം കാണാൻ അവസരം കൊടുക്കുന്നു. ആ സമയത്ത് നരകക്കാരൻ സ്വർഗക്കാരനോട് യാചിക്കാണ്, ഒരു കഷ്ണം അപ്പം തരാമോ എന്ന ചോദ്യം. ഒരിറക്ക് വെള്ളം ഒന്ന് തൊണ്ട നനക്കാൻ വേണ്ടിയിട്ട് തരാമോ എന്നവർ ചോദിക്കാൻ. വല്ലാത്തൊരു ചോദ്യമാണത് അല്ലെ. ആ സമയത്തുള്ള മറുപടി എന്താണെന്നറിയോ? ഖാലു സ്വർഗക്കാരുടെ മറുപടി ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഹറമ അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഹുമാ ഈ രണ്ട് കാര്യങ്ങളും, നിങ്ങൾ ചോദിച്ച വെള്ളവും റിസ്ഖും ഉണ്ടല്ലോ, അലൽ കാഫിരീൻ സത്യനിഷേധിക്കുമേൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ വെച്ച് മറുപടി നൽകപ്പെടുകയാണ്. അതിഗുരുതരമായൊരു സാഹചര്യമാണ് അല്ലെ. ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്തെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയവരാണ് അവര്. എത്ര കോടികൾ വേണമെങ്കിലും ധൂർത്തടിച്ചിരുന്നവരാണ്. മാസശമ്പളം തന്നെ ലക്ഷങ്ങളാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ. ഈ ആൾക്കൂട്ടങ്ങള് പരലോകത്തെത്തുമ്പോഴുള്ള രംഗമാണ്. വനാദ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന നരകക്കാര് സ്വർഗക്കാര് വിളിക്കാണ്. അൻ അഫീദു അലൈന മിനൽ മാ എന്നിട്ട് അവര് പറയാണ്, ഒരിറക്ക് വെള്ളം, ഒരിറ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു തരാമോ എന്ന് ചോദിക്കാൻ. എന്താ കാരണം? തൊണ്ട പൊട്ടുന്നുണ്ടാവും. അമ്മാതിരി ചൂടുള്ള നരകത്തില് അകപ്പെട്ടിരിക്കുകയാണ്. കുടിക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല അല്ലെ. ഇല്ല ഹമീമം വഗസാഖ ചുട്ട് തിളക്കുന്നതും രക്തത്തിന്റെ ചലത്തിന്റെ ദുർനീരുമല്ലാതെ മറ്റൊന്നും അവർക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് അല്പം തെളിവെള്ളം ശുദ്ധജലം തരാമോ എന്ന് ചോദിക്കുന്നത്. ഔ മിമ്മ റസഖകുമുല്ലാഹ് അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു റിസ്ക്, അല്പം തണുപ്പ്, ഒരാശ്വാസം, അല്പം ഭക്ഷണം
എന്തെങ്കിലും ഒന്ന് തരാമോ എന്ന് പറഞ്ഞിട്ട് കൈനീട്ടി നിൽക്കുന്ന രംഗമാണ്. ഖാലു, ആ സമയത്ത് സ്വർഗക്കാരെന്താ പറയാം? അവർക്ക് നൽകുന്നതിന് തടസ്സമുണ്ടോ? അവർക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിശ്ചയം അല്ലാഹു തആല നിങ്ങൾ ചോദിച്ച ഈ രണ്ട് കാര്യങ്ങളും സത്യനിഷേധികൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ കൺട്രോളിലല്ലല്ലോ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഈ സ്വർഗം. ഭൂമിയും അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ലഭിച്ച അല്പം സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തി. അങ്ങനെയാണ് നിങ്ങൾ പലതും ചെയ്തത്. നിങ്ങളത് വലിയ നേട്ടമായിട്ട് കണ്ടു. അത് മുഖേന ഇന്ന് ഇവിടെ ശാശ്വത സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തപ്പെട്ടിരിക്കാൻ. അതിനാൽ നീതിമാനായ അള്ളാഹു അവന്റെ നീതിബോധത്തിന്റെ ഭാഗമായി, നീതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചതാണ്. അവൻ കാരുണ്യവാനാണ്. പക്ഷേ നിങ്ങൾ അവനോട് കാണിച്ച ധിക്കാരങ്ങൾ നിമിത്തമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പെട്ടിരിക്കുന്നത് എന്ന് സ്വർഗക്കാരായ ആളുകൾ നരകക്കാരോട് പറയുന്ന മറുപടിയാണത്. നമ്മൾ ശരിക്കും ആലോചിച്ചു പോകേണ്ടതാണ്. ഈ ലോകത്ത് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ലേ? എന്താണ്, ഇപ്പോൾ ഒരു പ്രളയം വന്നു, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി. എത്ര പെട്ടെന്നാണ് നല്ല പത്രാസിൽ ജീവിച്ചിരുന്ന മനുഷ്യര് അഭയാർത്ഥി ക്യാമ്പുകളിൽ പെട്ട് കൈനീട്ടി തുടങ്ങുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ പരലോകത്തെ അവസ്ഥ ഇങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് പറയാനാണ്? അതും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് സംഭവിക്കുമ്പോൾ. അതിനാൽ ഒരു വിധത്തിലും അവർക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ സൂക്തം മനസ്സിലാക്കി തരുന്നത്. ഇനി 51 ആയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കരുണ അറ്റുപോയ അവസ്ഥ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നത്? ഒരു പക്ഷേ ഇതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരോട് സഹതാപം തോന്നും, അല്ലേ? അവർ എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു കൂട്ടരായിട്ട് കാണേണ്ടതുമില്ല. നമ്മളൊക്കെയും ഇങ്ങനെ ഒരു അവസ്ഥ വന്നുപെടുന്നതിൽ നിന്ന് അള്ളാഹുവോട് നിരന്തരം രക്ഷ തേടിക്കൊണ്ടിരിക്കേണ്ടതാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചു പോയത്? 51 ശ്രദ്ധിക്കാം. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. الذين, ഈ കൂട്ടരുണ്ടല്ലോ, ആരാണവര്? ഇത്തഖദു, സ്വീകരിച്ചവരാണ്, എടുത്തവരാണ്, ദീനഹും, അവരുടെ ദീനിനെ, അവരുടെ മതത്തെ. എന്തായിട്ട്? ലഹുവം വലൈബ. ലഹു അത് കളിയായിട്ട്, വലൈബൻ വെറും കളിയായിട്ട്, ലഹുവ് തമാശയായിട്ട്. തമാശയും കളിയുമായിട്ട് ആയിരുന്നു അവര് ഈ ദീനിനെ കണ്ടിരുന്നത്. അല്ലദീന ഇത്തഖദു ദീനഹും ലഹുവം വലൈബൻ. അള്ളാഹുവിന്റെ ദീനിനെ കളിയും തമാശയുമായിട്ട് കണ്ട ആൾക്കാരായിരുന്നു ഇവര്. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ. ഗറ യഗുറു, വഞ്ചിച്ചു. ഗറത്ഹും, ഇവരെ വഞ്ചിച്ചു കളഞ്ഞു. അൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം ഇവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തിരുന്നു. അതിൽ കെട്ടുപിണഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയതാണ്. ഇതാണ് അവർക്ക് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നിർഭാഗ്യവാന്മാരായിട്ട് അവർ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് പരലോകത്ത് വെച്ച് അല്ലാഹു തആല അവരോട് പറയുന്നുണ്ട്. എന്താ പറയാം? ഫൽ യൗമ നൻസാഹും. ഫൽ യൗം, അതിനാൽ ഇന്ന്, നൻസ, നസിയ യൻസ, മറന്നുകളഞ്ഞു, നൻസ, നാം മറക്കുന്നു, ഹും, ഇവരെ. ഇഹലോകത്ത് വെച്ച് നമ്മെ മറന്നതിനാൽ
പരലോകത്തെത്തിയപ്പോൾ നാമും അവരെ മറക്കുന്നു. കമാ നസു, അവർ വിസ്മരിച്ചു കളഞ്ഞതുപോലെ, മറന്നു കളഞ്ഞതുപോലെ, ലിഖാ യൗമിഹിം, അവരുടെ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ള കാര്യം. ലിഖാ, കൂടിക്കാഴ്ച. യൗമിഹിം, അവരുടെ ദിനം. അവരുടെ ദിനം എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരണാ ദിനത്തെ, അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരലോക ദിനത്തെ അവര് മറന്നു കളഞ്ഞതിനാലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് വന്നത്. വമാഖാനു, അവർ ആയിരുന്നു, ബി ആയാത്തിന, നമ്മുടെ സൂക്തങ്ങളെ, യജ്ഹദൂൻ, ജഹദ യജ്ഹദു, നിഷേധിച്ചു കളയുന്നവരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇവരിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരാണ്. എന്തൊക്കെ ഇവർ ചെയ്തത്? അല്ലദീന ഇത്തഖദു ദീനഹും ലഹ്വൻ വലഇബ, അവരുടെ ദീനിനെ അവർ കളിയും തമാശയുമായിട്ട് കണ്ടു. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ പകിട്ടും പത്രാസും അവരെ വഞ്ചനയിൽ അകപ്പെടുത്തി കളഞ്ഞു എന്നതാണ്. പിന്നീട് അള്ളാഹു പറയാണ്, ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഈ ഒരു ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ ദുനിയാവിൽ വെച്ച് അവർ മറന്നതുപോലെ ഇന്ന് ഇവരെ നാമും മറക്കുകയാണ്. അപ്പൊ അവര് പരലോകത്തെ മറന്നു കളഞ്ഞിരുന്നു എന്നതാണ് മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ എന്താണ്? വമാഖാനു ബി ആയാത്തിന യജ്ഹദൂൻ, അവര് നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞു. വിശുദ്ധ വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞിരുന്നു. 4 കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത്, അല്ലെ? ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഈ ലോകത്ത് ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ. അല്ലദീന ഇത്തഖദു ദീനഹും ലഹ്വൻ വലഇബ, അവരുടെ ദീനിനെ അവർ കളിയും തമാശയും ആക്കി എന്ന് പറഞ്ഞാൽ, ഒന്ന്, സത്യദീനിനെ വെറും കളി തമാശയായിട്ട് കണ്ടു. അവർക്കത് കാണുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ ചിരി വരും. യൂട്യൂബിലൊക്കെ കാണുന്നില്ല, യുക്തിവാദികൾ വന്ന് ചിരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയാ അവർ പറയുന്നത്. മറ്റൊന്ന് എന്താണ്? ഇവരുടെ മതം കളിയും തമാശയുമാണ്, അടിച്ചുപൊളി മതം, വേറൊന്നുമില്ല. എന്തു വന്നാലും ആസ്വദിച്ചിടണം. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം, നാളെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ടതില്ല, ഇന്നലെ ചെയ്തതിനെ കുറിച്ച് കുറ്റബോധവും വേണ്ടതില്ല. അപ്പൊ അങ്ങനെ അടിപൊളി മതം എന്ന് പറയുന്ന വിധത്തില് ജീവിതത്തെ തന്നെ ആസ്വാദനമായിട്ട് കണ്ടവരാണ് ഇവർ. വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് അവരെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാ പിന്നെ പറയുന്നത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, അല്ലെ? ഈ ഐഹിക ജീവിതം വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ് എന്ന് ഖുർആൻ പറയുന്നില്ലേ? അങ്ങനെ ദുനിയാവിന്റെ പളപളപ്പിൽ, അധികാരത്തില്, സമ്പത്തിൽ, ആൾബലത്തിൽ അകപ്പെട്ട് ഇത് തന്നെയാണ് ജീവിതം എന്ന് കരുതിപ്പോയി. അങ്ങനെ പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹയ, ഈ ദുനിയാവ് തന്നെയാണ് ജീവിതം, ഇവിടെ നമ്മൾ എന്താകും, മരിക്കുന്നു, ജീവിക്കുന്നു എന്നല്ലാതെ മറ്റൊരു ലോകമില്ല എന്ന് പറഞ്ഞിരുന്നവര്. ബാക്കിയൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പൊ ഇങ്ങനെ അടിച്ചു പൊളിച്ചവരാണ്. അപ്പൊ അള്ളാഹു പരലോകത്തെത്തിയപ്പോ അവരെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, അവര് ഇഹലോകത്ത് വെച്ച് ഈ ഒരു ദിവസം, പരലോകത്തെ വിചാരണാ ദിനത്തെ മറന്നു കളഞ്ഞതുപോലെ ഇന്ന് എന്തായി? നൻസാഹും, നാം ഇവരെയും മറന്നു കളഞ്ഞിരിക്കുന്നു. നരകത്തിൽ അകപ്പെട്ടതാണ്, നിരന്തരമായ വിലാപങ്ങളും കരച്ചിലുമാണ്. ഒരു ഇരിറ്റ് വെള്ളം തരുമോ, അല്പം ഒരു റൊട്ടി കഷ്ണം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുകയാണ്. അപ്പൊ നമുക്കും അവരാ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടവും. പക്ഷെ അള്ളാഹു കാര്യം പറയാണ്, ഇത് വെറുതെ അവർ വന്ന് പെട്ടുപോയതൊന്നുമല്ല, ബോധപൂർവം അവര് തെരഞ്ഞെടുത്ത വഴിയാണ്. അതുകൊണ്ടാണ് നാം അവരെ മറന്നു കളഞ്ഞത് എന്ന് അള്ളാഹു പറയുന്നത്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ എന്ന് പറഞ്ഞില്ലേ, ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുത്. അപ്പൊ നിങ്ങൾ അത് മുഖേന സ്വന്തത്തെ തന്നെയാണ് മറന്നു കളയുന്നത്. വമാ കാനൂ ബി ആയാത്തിന യജ്ഹദൂൻ, നമ്മുടെ സൂക്തങ്ങളെ അവർ നിഷേധിച്ചു. അതിനൊക്കെ പലതരത്തിലുള്ള
ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അകന്ന് കളയാൻ ശ്രമിച്ചു. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു അവസ്ഥ ഇവർക്ക് വന്നുപെട്ടത് എന്നാണ് അള്ളാഹു താല ഇവിടെ ഉണർത്തുന്നത്. അതിനാൽ വളരെ ഗുരുതരമാണ് വിഷയം, അല്ലെ? ആറാഫുകാരെ കുറിച്ചുള്ള പരാമർശം ഈ ഒരു പേജ് മുഴുവനായിട്ടാണ് ഉള്ളത് ഖുർആനില്. അതിവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് ആലോചിക്കണം. ഈ ആറാഫിൽ ഞാനാണ് ഉള്ളതെങ്കിൽ എന്നാലോചിക്കണം. ഈ നരകക്കാരുടെ കൂട്ടത്തിൽ ഞാൻ അകപ്പെട്ടു പോയാൽ എന്തായിരിക്കും എന്ന് ആലോചിക്കണം. അങ്ങനെ സ്വന്തത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആലോചിക്കുമ്പോഴാണ് ഈ സൂക്തങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാമിനെ യഥാവിധി അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, സകലം അറിയുന്ന നാഥ, ഭാവിയെക്കുറിച്ച് നന്നായി അറിയുന്നവനെ, നീ പരലോകത്തെക്കുറിച്ച്, സ്വർഗ നരകങ്ങളെക്കുറിച്ച്, അറാഫുകാരെ കുറിച്ച് പറഞ്ഞു തരുന്ന ഈ വചനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തൗഫീഖ് നൽകണേ നാഥ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്തു തരണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റബ്ബെ. വെളിപ്പാടുകളെ എത്തി നിൽക്കുന്ന റമദാനില് ഒരിക്കൽ കൂടി പ്രവേശിക്കുവാൻ, ഇബാദത്തുകളിൽ മുഴുകുവാൻ, ജീവിതം ശുദ്ധി ചെയ്തെടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ഞങ്ങളിൽ രോഗികളായവർക്ക് ശിഫ നൽകണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.